മാളൂട്ടി ജോലി ചെയ്യുന്ന ഗോഡൌണിന് മുൻപിൽ ആ വലിയ കാറ് വന്നു നിന്നു. കയ്യിൽ ലിസ്റ്റുമായി കൃഷ്ണ കണ്ട മാളൂട്ടി ഒന്നു ഞെട്ടി. അയ്യോ എൻ്റെ ഈശ്വര, ടെക്സ്റ്റൈൽസിൽ നിന്ന് മോണ് കൃഷ്ണാർ തന്നെ നേരിട്ട് വേണ്ടുന്ന വസ്ത്രമെടുക്കാൻ താൻ ജോലി ചെയ്യുന്ന ഗോഡൌണിലേക്ക് വന്നിരിക്കുന്നു. എന്നും ലിസ്റ്റ് കൊടുത്ത് വണ്ടിയുമായി ആൾക്കാരെ അയക്കുകയാണ് പതിവ്. ഇന്നെന്താണാവോ നേരിട്ട്. കാറിൽ നിന്നിറങ്ങി അയാൾ ഓടി ഗോഡൌണിന്റെ എൻട്രൻസിനുള്ള കൗണ്ടറിന്റെ കസേരയിൽ ഇരിക്കുകയായിരുന്നു. മാളൂട്ടിയുടെ അടുത്ത് വന്ന് തൻ്റെ കയ്യിലുള്ള ലിസ്റ്റ് കൊടുത്ത് പറഞ്ഞു, ദേ മാളു, ഈ ലിസ്റ്റിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വേഗം പാക്ക് ചെയ്ത് പ്രൈസ് ടാഗ് ഒട്ടിച്ച് തന്നേ. വേഗം വേണം കേട്ടോ. മാളു വിറയലോട് കൃഷ്ണ നൽകിയ ഫയൽ വാങ്ങി. മാളു കമ്പ്യൂട്ടർ നോക്കി കൃഷ്ണ നൽകിയ ലിസ്റ്റിലെ വസ്ത്രങ്ങൾ ഏതൊക്കെ റാക്കിലുണ്ടെന്ന് മനസ്സിലാക്കി. അകത്ത് ചെന്ന ബണ്ടിലെടുത്ത് താഴെ വെച്ച് തുറന്നപ്പോൾ എലികൾ കൂട്ടമായി ഓടി തുടങ്ങി. അതിനുള്ളിൽ വിലപിടിപ്പുള്ള തുണികൾ ഏറെയും കരണ്ട് നശിപ്പിച്ചിരിക്കുന്നു. അത് കണ്ടപ്പോൾ കൃഷ്ണ ഭാവം മാറി. കഷ്ടം. എന്താ മാളു ഇത്? അത് സാർ, ഞാൻ പിന്നെ എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചൊന്നും പുറത്തു വന്നില്ല. അവൾ നിന്ന് വിറച്ചു. നിന്നെ ഞാൻ പിരിച്ചു പിടിക്കുകയാണ്. എത്ര നഷ്ടമാണ് നീ കമ്പനിക്ക് ഉണ്ടാക്കി വെച്ചതെന്ന് അറിയുമോ? ഞാനോ? ഞാൻ എന്ത് ചെയ്തെന്നാണ് സാറ് പറയുന്നത്? ഓരോരോ ദിവസവും ടെക്സ്റ്റൈൽസിൽ നിന്ന് തരുന്ന ടാർജറ്റ് പ്രകാരം ഞാൻ എൻ്റെ പാക്കിംഗ് ജോലി ഭംഗിയായി ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെന്തിനാ? ജോലി ഒരു ടെക്സ്റ്റൈൽസിന്റെ ഗോഡൌണിലാവുമ്പോൾ വെറും പ്രൈസ് ടാഗ് ഒട്ടിച്ച് പാക്കിംഗ് ചെയ്താൽ കഴിഞ്ഞെന്നാണോ? അവിടെ വരുന്ന വസ്ത്രങ്ങളുടെ ബണ്ടിൽസിന്റെ ഉത്തരവാദിത്തം കൂടി നോക്കണം. എത്ര എണ്ണത്തിലാണ് എലി കയറി നശിപ്പിച്ചതെന്ന് അറിയുമോ? അതിന് ഞാനെന്ത് പിഴച്ചു സാർ? തനിക്ക് ഓർമ്മയുണ്ടോ? തൻ്റെ അച്ഛനും ഈ ഗോഡൌണിന്റെ വാച്ച്മാനായ ഭാസ്കരേട്ടൻ മരിച്ചപ്പോൾ തനിക്ക് ഞാൻ എൻ്റെ ടെക്സ്റ്റൈൽസിൽ സെയിൽസ് ഗേളായി ജോലി നിൽക്കാൻ വാഗ്ദാനം ചെയ്തില്ലേ? പഠിക്കാനുണ്ട്, എക്സാം എഴുതാനുണ്ട്, വീടിനടുത്ത് തന്നെ ഗോഡൌൺ ആയതിനാൽ ഇവിടെ എന്തെങ്കിലും ജോലി തന്നാൽ മതി, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ടല്ലേ നിന്റെ സൗകര്യത്തിന് വന്ന് വർക്ക് ചെയ്തോട്ടെ എന്ന് കരുതി ഇവിടെ പ്രൈസ് ടാഗ് അടിക്കാനുള്ള ജോലി തന്നത്? പിന്നെ ജോലിക്ക് എടുക്കുമ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞാലേ ഇവിടെ എത്തുന്ന ബണ്ടിൽസിന്റെ കർട്ടിന് പുറമെ റാറ്റ് പ്രിവെന്റ് സ്പ്രേ അടിക്കണമെന്ന്. സാർ, എനിക്ക് അലർജി ഉണ്ട് സാർ. അതടിക്കുമ്പോൾ ശ്വാസം മുട്ടും. അതിന് പകരമായി ഞാൻ പിന്നെ എലിപ്പെട്ടി വയ്ക്കാറുണ്ട്. അതിൽ പെടുന്നതിനെ കൊന്നുകൊണ്ട് കളയാറുമുണ്ട്. അത് കേട്ട് ചെറുപ്പക്കാരനും ടെക്സ്റ്റൈൽസിന്റെ മാനേജർ ഡയറക്ടറുമായ കൃഷി പൊട്ടിച്ചിരിച്ചു. ഹാ, അത് ശരി. വെറുതെ അല്ല ഇവിടെ ഇങ്ങനെ എലികൾ വർദ്ധിച്ചിരിക്കുന്നത്. എൻ്റെ മാളു, ഒരു ദിവസം ഒരു എലി കുടുങ്ങി. എപ്പോഴോ ഇവിടെയുള്ള എലികളെയൊക്കെ കൊന്നു തീർത്തത്. ഈ ഗോഡൌണിലെ തന്നെ എലികൾ എത്തി നോക്കാൻ പാടില്ല. നീ പോയി സമയം കളയാതെ സ്പ്രേ അടിക്കടി. അവളുടെ ഒരു അലർജി. കാണട്ടെ നിനക്ക് എന്താ സംഭവിക്കുന്നതെന്ന്. ഒരു മാസ്ക് മുഖത്തിട്ട് എലിയെ ഓടിക്കുന്ന സ്പ്രേ എടുത്ത് അവൾ ആ ഗോഡൌണിലെ തുണിക്കെട്ടുകളിൽ മൊത്തം അടിക്കാൻ തുടങ്ങി. കൃഷ്ണ അത് നോക്കി നിൽക്കായിരുന്നു. പെട്ടെന്നാണത് സംഭവിച്ചത്. സ്പ്രേ അടിച്ചുകൊണ്ടിരിക്കുന്ന മാളൂട്ടി ബോധം പോയി നിലത്ത് വീണു. കൃഷി വേഗം അവളുടെ അടുത്ത് ചെന്ന് തൊട്ട് വിളിച്ചു. പക്ഷെ അവൾ ഉണർന്നില്ല. കൃഷി വേഗം അവളെ താങ്ങിയെടുത്ത് തന്റെ കാറിൽ കയറ്റി ഹോസ്പിറ്റലിൽ എത്തിച്ചു. കൃഷ്ണ പരിചയമുള്ള ഹോസ്പിറ്റലിലെ എമർജൻസി വിഭാഗത്തിലുണ്ടായിരുന്ന ഡോക്ടർമാരെ കൃഷി കാര്യം അറിയിച്ചു. അതുകൊണ്ട് തന്നെ മികച്ച രീതിയിൽ അവളെ പരിചരണത്തിൽ ബോധം വീണ്ടും കിട്ടി. കൃഷിന്റെ സുഹൃത്തായ ഡോക്ടർ കൃഷ്ണ അടുത്ത് വിളിച്ചു പറഞ്ഞു, എൻ്റെ കൃഷിയെ, നിങ്ങൾ എന്ത് മണ്ടത്തരമായി കാണിച്ചത്? എലിയെ പ്രിവെന്റ് ചെയ്യുന്ന ആ സ്പ്രേയിൽ നല്ല തോതിൽ വിഷമുണ്ട്. കർട്ടൻ അടിക്കേണ്ട കീടനാശിനിയൊക്കെ ഗോഡൌണിലെ ഒക്കെ ഔട്ട്ഡോറിൽ വെച്ച് വേണം ചെയ്യാൻ. ശേഷം നിശ്ചിത സമയം കഴിഞ്ഞാണ് ഗോഡൌണിനുള്ളിൽ വെക്കേണ്ടത്. ചേംബറായ ഒരു റൂമിനകത്ത് നിന്ന് ഇതടിച്ച എത്ര ആരോഗ്യമുള്ള ആളാണെങ്കിലും ബോധം കെട്ടുപോകും. ഇതൊക്കെ മാനേജറായി നിങ്ങൾക്ക് അറിയേണ്ടതല്ലേ? കൂടാതെ ആ കുട്ടിക്കാണെങ്കിൽ അലർജിയുടെ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. സോറി ഡോക്ടർ, എന്നോട് ക്ഷമിക്ക്, പറ്റിപ്പോയി. റാറ്റ് ശല്യം കൂടിയപ്പോൾ പെട്ടെന്ന് ഞാൻ അതൊന്നും ശ്രദ്ധിച്ചില്ല. ഇറ്റ്സ് ഓൾ റൈറ്റ് ക്രിഷ്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പം തന്നെ പോകാം. വൈകാതെ എത്തിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു. താങ്ക്സ് ഡോക്ടർ. കൃഷി ചോദിക്കുന്ന കൊണ്ടൊന്നും തോന്നരുത്. ഇത്രയും സുന്ദരിയായ ഒരു കുട്ടിയെ നിങ്ങളെന്തിനാ ഗോഡൌണിലൊക്കെ ജോലിക്ക് വെച്ചത്? നിങ്ങളുടെ ഷോപ്പിൽ വെക്കാമായിരുന്നില്ലേ? ഞാൻ പറഞ്ഞതാണ്, അവിടെ കേട്ടില്ല. ഇവളുടെ അച്ഛൻ ഞങ്ങളുടെ കമ്പനി ഗോഡൌണിന്റെ വാച്ച്മാൻ ആയിരുന്നു. എൻ്റെ പപ്പയുടെ മെയിൻ സുഹൃത്താണ്. പുള്ളി മരിച്ചപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോയി ടെക്സ്റ്റൈൽസിൽ എന്ത് ജോലി വേണമെങ്കിലും നൽകാമെന്ന് പറഞ്ഞാണ്. ഇവൾക്ക് പഠിക്കാനും എക്സാമും ഒക്കെ ഉള്ളതുകൊണ്ടും വീടിൻ്റെ അടുത്തുള്ള ചെറിയ ജോലി ചെയ്യാമെന്ന് ഒടുവിൽ ഇവൾ സമ്മതിച്ച പ്രകാരമാണ് അവിടെ ഒരു ജോലി ഏൽപ്പിച്ചത്. ഓ, ഐ സി. സോറി കൃഷ്ണ, ഞാൻ അറിഞ്ഞില്ല. അപ്പോഴേക്കും മാള് ഉഷാറായി നഴ്സുമാരുടെ കൂടെ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നു. കൃഷി അവളെയും കയറ്റി വീട്ടിലേക്ക് പുറപ്പെട്ടു. ഏതായാലും ഇങ്ങനെ സംഭവിച്ചത് വീട്ടിൽ അറിയിക്കാമല്ലേ? കൃഷി അവളോട് ചോദിച്ചു. അവളൊന്ന് മൂളി. ഇപ്പൊ കുറെ നാളായില്ലേ ജോലിക്ക് ചേർന്ന്? എക്സാമും പഠിത്തവും കഴിഞ്ഞു കാണുമല്ലോ? കഴിഞ്ഞു സർ. നാളെ തൊട്ട് ടെക്സ്റ്റൈൽസിൽ ജോലിക്ക് വാ. അവിടെ എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം. അയ്യോ വേണ്ട സർ. അപ്പോൾ പഠിച്ചിട്ട് സർക്കാർ ഉദ്യോഗം തന്നെയാണ് ലക്ഷ്യം അല്ലേ? അവള് താഴത്തോട്ട് നോക്കി എന്തോ പറയേണ്ടതെന്ന് അറിയാതെ പുഞ്ചിരിച്ചു. ജോലി കിട്ടും വരെ വരാമല്ലോ. അത് സർ. പറ. സർ, പറയുമ്പോൾ അഹങ്കാരമാണെന്ന് കരുതരുത്. ഈ തുണികളൊക്കെ പാക്കറ്റ് പൊട്ടിച്ച് കസ്റ്റമറിന്റെ മുമ്പിൽ വലിച്ചു വാരിയിടുമ്പോഴുള്ള പൊടികളൊന്നും എനിക്ക് പറ്റില്ല. അലർജി. അത് ശരി. ഏതായാലും നീ നാളെ തൊട്ട് ടെക്സ്റ്റൈൽസ് ജോലിക്ക് വാ. നിനക്ക് ഞാനൊരു നല്ല ജോലി തരാം. അവളെ വീട്ടിൽ കൊണ്ടാക്കി കാര്യങ്ങളൊക്കെ അവളുടെ അമ്മയോട് പറഞ്ഞു കൃഷ്.
അതെ മോനെ, അവൾക്ക് മരുന്നും ഡ്രസ്സിലെ പൊടിയൊക്കെ മരുന്നടിക്കുന്നതിൻ്റെയൊക്കെ അലർജിയാണ്. അതാണ് അവൾ അതിലൊക്കെ ഉഴപ്പിയത്. മോനൊന്നും വിചാരിക്കരുത്. അതൊക്കെ പോട്ടെ, കുഴപ്പമില്ല. ടെക്സ്റ്റൈൽസിൽ പൊടിയൊന്നും ഏൽക്കാതെ ഒരു ജോലി ഞാൻ അവൾക്ക് കൊടുക്കാം. മാളു നാളെ രാവിലെ വരട്ടെ. ശരി മോനെ. അമ്മ കൈകൂപ്പി സന്തോഷം പ്രകടിപ്പിച്ചു. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ അമ്മേ. മോനെ കാപ്പി കുടിച്ചിട്ട് പോവാം. അയ്യോ വേണ്ട, ഇനി ഒരിക്കലും ആവട്ടെ. കൃഷ് കാർ മുന്നോട്ടെടുത്ത് മുന്നോട്ട് പോകുന്നത് മാളു ഒരു ചെറു പുഞ്ചിരിയോട് നോക്കി നിന്നു. പിറ്റേന്ന് രാവിലെ തന്നെ മാളു ടെക്സ്റ്റൈൽസിലെത്തി. കൃത്യം 9 മണിയായപ്പോൾ കൃഷും ടെക്സ്റ്റൈൽസിലെത്തി. മാളൂട്ടി വന്നോ? വാ, നിന്റെ ജോലി എന്താന്ന് പറയാം. ടെക്സ്റ്റൈൽസിന്റെ മുന്നിൽ ഷോയ്ക്ക് നിർത്തിയിരിക്കുന്ന കുറെ ആണുങ്ങളുടെ ടോയ്സിനെ കാണിച്ച് കൃഷി പറഞ്ഞു. ഇതിന്റെയൊക്കെ വസ്ത്രങ്ങൾ ഊരി പുതിയത് ഇടിപ്പിക്കണം. 10 ടോയ്സിന് വേണ്ട ജീൻസും ഷർട്ടും അവൻ അവിടെ കൊണ്ടുവന്ന് കൊടുത്തു. അയ്യോ, ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഞാനെങ്ങനെ ആണുങ്ങളുടെ വസ്ത്രങ്ങൾ ഊരിയുക? കള്ളൻ വീണ്ടും പണി പറ്റിച്ചു. എന്താ നോക്കി നിൽക്കുന്നത്? ഇത് നല്ല ജോലിയല്ലേ സാർ? ഞാനെങ്ങനെ ഇവന്മാരുടെയൊക്കെ ഡ്രസ്സ് ഊരുക? എനിക്ക് നാണാവുന്നു. എന്താ മാളു, ഇതൊക്കെ ടോയ്സ് അല്ലേ? ആ ഒരു ലെവലിൽ കണ്ടാൽ മതി. മടിക്കാതെ ജോലി ചെയ്താട്ടെ വേഗം. അത് പറഞ്ഞവൻ പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണുരുട്ടി. അത് കണ്ട് പേടിച്ചവൾ ടോയ്സിനെ ഒന്നിനെ മാറ്റി നിർത്തി അതിന്റെ ഷർട്ടൂരി മാറ്റി. ഒരു പുരുഷന്റെ മുന്നിൽ നിന്ന് വസ്ത്രം ഊരുന്ന പ്രതീതി. ശേഷം അവൾ ജീൻസിന്റെ ബട്ടൺ അഴിച്ചു. ഒരു നിമിഷം ജീൻസിന്റെ അര പിടിച്ച് താഴ്ത്താൻ അവൾ അറച്ചു നിന്നു. പിന്നെ കണ്ണടച്ച് അതിന്റെ ജീൻസ് താഴോട്ടാക്കി. ഇത് കണ്ട് കൃഷ് അവിടെ കടന്നു വന്നു. മാളു എന്താ ഇത്? എന്തേ കാണിക്കുന്നേ? അതിനെന്താ ജീവനുണ്ടോ ഇങ്ങനെ നാണിക്കാൻ? അത് കേട്ടതോടെ അവള് കുറച്ച് ഉഷാറായി. അവൾ കൃഷ്ണനെ നോക്കി അല്പം കുറുമ്പ് കാണിച്ചു. പിന്നെ ദേഷ്യം വന്നുകൊണ്ടുള്ള ഒരു പ്രത്യേക ധൈര്യത്തിൽ ഓരോ ടോയ്സിനും വസ്ത്രമൂരി കളർ കോമ്പിനേഷൻ നോക്കി ജീൻസും ഷർട്ടും ഇടിച്ചു. ഇപ്പോൾ സുന്ദരമായി പണിയെടുക്കുന്നുണ്ടല്ലോ. കൃഷ് അവളെ നോക്കി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഇനി ഈ പഴയ ഷർട്ടും ജീൻസും ഒക്കെ എടുത്ത് ഡ്രൈ വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയി ഇട്ടാട്ടെ. അതൊക്കെ കൊണ്ടുപോയി അവൾ വാഷിംഗ് മെഷീൻ ഇട്ടു. അത് കഴിഞ്ഞ് അവൾ അവൻ്റെ കൗണ്ടറിൽ വന്നിരുന്നു. ഇനി എന്താ? ഇനിയിപ്പോൾ ക്യാഷ് കൗണ്ടറിൽ ഇരുന്നു. ഇവിടെ സാറിലേ ഇരിക്കുന്നത്. ഞാനിവിടെ ക്യാഷ് ആയിട്ട് പുതിയ ആളെ നിയമിച്ചു കഴിഞ്ഞു. ഇനി എനിക്കിവിടെ ജോലിയില്ല. ആ ക്യാഷർ അത് നീയാണ്. ഇന്ന് തൊട്ട് നീ ഇരിക്കുക ഈ ടെക്സ്റ്റൈൽസിന്റെ ക്യാഷറായിട്ട്. ഞാനോ? അതിനിടയിൽ നിനക്ക് വലിയ ജോലി കിട്ടുമ്പോൾ പോവുകയും ആകാം. അവൻ അവളെ പൊക്കിയെടുത്ത് ക്യാഷ് കൗണ്ടറിൽ എഴുതി. തന്നെ ഇത്ര സ്വാതന്ത്ര്യത്തോടെ തുടരണമെങ്കിൽ കൃഷ്ണാറിന്റെ മനസ്സിൽ എന്തോ ഉണ്ട്. ഇന്നലെയും ഇതിൽ കുറെ സമയം തൊട്ടിട്ടുണ്ടല്ലോ. അവൾ അത് ഓർത്ത് പൊട്ടിച്ചിരിച്ചു. MSc കെമിസ്ട്രി പഠിക്കുന്ന അവൾക്ക് കീടനാശിനി എന്തെന്നും അത് കുറെ സമയം ശ്വസിക്കുന്ന എത്ര ദുഷ്കരമാണെന്നും അറിയാം. അതാണ് ഗോഡൌണിൽ ഇതുവരെ അത് കൈകൊണ്ട് തൊടാതിരുന്നത്. പിന്നെ ക്രിസ്താന് നിർബന്ധിച്ച് അടിക്കാൻ പറഞ്ഞപ്പോൾ അവളുടെ ഉള്ളിലുള്ള രസതന്ത്രജ്ഞന്റെ തന്ത്രമാണ് ചുമ്മാ ബോധം കെട്ട് വീഴാൻ അവളെ പ്രേരിപ്പിച്ചതെന്ന് അവൾ ഓർത്ത് ചിരിച്ചു. കൃഷി തന്നെ പൊക്കിയെടുത്ത് കൊണ്ടുപോകുമ്പോൾ അവന്റെ വെപ്രാളമാ കണ്ണിലൂടെ അവൾ അതെല്ലാം കാണുന്നുണ്ടായിരുന്നു. കാഷ്വാലിറ്റിയിലെ തന്റെ സ്ട്രക്ചറിൽ എത്തിച്ചപ്പോൾ മൂക്കിന്റെ തുമ്പത്ത് സ്ട്രക്ചറിൽ എത്തിച്ചപ്പോൾ ബോധം പോയി അതിനെ ആട്ടിയത് കണ്ട് ഡോക്ടർ അന്തം വിട്ടതും അവൾ ഓർത്തു ചിരിച്ചു. കൃഷിന്റെയും മാളൂട്ടിയുടെയും പ്രണയം നാൾക്കുനാൾ വളർന്നു. ഒടുവിൽ അത് വിവാഹത്തിൽ കലാശിച്ചു. ഇന്നവൾ ഭർത്താവായ കൃഷ്ണന്റെ പേരിലുള്ള ഒരുപാട് ടെക്സ്റ്റൈൽസ് കമ്പനികളുടെ ജനറൽ മാനേജറാണ്. ഒരു ബോധം കിടൽ കൊണ്ടുണ്ടായ സൗഭാഗ്യമേ. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്